മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഹിക്കമ് എന്ന വലിയ ഗ്രന്ഥം, തസവുഫിന്റെ പടുങ്കൂറ്റൻ ഗ്രന്ഥമാണ് ഹിക്കം. ആ ഹിക്കം എന്ന ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ ഹിക്മത്ത് തന്നെ മിൻ അലാമാത്തിൽ ഇഅ്തിമാദി അലൽ അമൽ നുഖ്സാനുർ റജാഇ ഇൻദ വുജൂദി സലൽ. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി പറയാണ്, മിൻ അലാമാത്തിൽ ഇഅ്തിമാദി അലൽ അമൽ, ഒരാള് അവന്റെ നിസ്കാരത്തിന്റെ മേലിലും അവന്റെ നോമ്പിന്റെ മേലിലും അവന്റെ നിത്യമായി ചെയ്യുന്ന അല്ലെങ്കിൽ മാസത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആഴ്ചയിൽ ചെയ്യുന്ന അവന്റെ അമലുകളുടെ മേലിൽ അവൻ അവലംബിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് നുഖ്സാനുർ റജാഇ ഇൻദ വുജൂദി സലൽ. എന്തെങ്കിലൊക്കെ പോരായ്മകൾ വരുമ്പോ, എന്തെങ്കിലൊക്കെ വീഴ്ചകൾ വരുമ്പോ അവിടെ അവന്റെ പ്രതീക്ഷ അറ്റുപോവുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാം. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെക്കണുണ്ട്, സ്വലാത്തെല്ലുണ്ട്, വിറുതുകൾ പതിവാക്കണുണ്ട്, ഒരുപാട് ഖൈറുകൾ ദിനം ദിനം നമ്മളിങ്ങനെ അമല് ചെയ്യുന്നുണ്ട്. ഓതി പഠിക്കല് മുത്താലിമിനെ സംബന്ധിച്ചിടത്തോളം ഫഇന്നൽ ഇശ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ അള്ളാഹു എന്നെ വിജയിപ്പിക്കണം, അള്ളാഹുവിന്റെ റിള എനിക്ക് കിട്ടണം എന്ന പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ഓരോ അമല് ചെയ്യാണ്. നിസ്കരിക്കാണ്, കുറെ സുന്നത്ത് നിസ്കരിക്കുന്ന, റവാത്തിബുകൾ പതിവാക്കുന്നു. ഇത് ചെയ്യണ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് പകരം അള്ളാഹ് നമ്മളെ വിജയിപ്പിക്കും, അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തും, സ്വർഗം തരും. ഇത് ചെയ്തതിന്റെ പേരിൽ അവൻ സ്വർഗം തരും, നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കും, ഇത് പ്രതീക്ഷയാണ്. ഇതാണ് നമ്മുടെ ആഗ്രഹം, അമല് ചെയ്യണതിനുള്ള ആഗ്രഹം അതാണ്. പക്ഷെ നമ്മള് ഇത് ചെയ്ത് 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 നമ്മൾ ഈ അമലിൽ അങ്ങനെ അമല് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, സ്വർഗം കിട്ടും, അമല് ചെയ്താൽ അള്ളാഹ് ഇഷ്ടപ്പെടും, അള്ളാഹ് തൃപ്തിപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താക്കി പോയി, അമൽ എന്നെ വിജയിപ്പിക്കും എന്ന് നമുക്ക് തോന്നിപ്പോയി. ഞാൻ ചെയ്യുന്ന അമല് എന്നെ വിജയിപ്പിച്ച് കളയും, ഞാൻ ചെയ്യുന്ന അമല് എന്നെ രക്ഷപ്പെടുത്തി കളയും എന്ന് നമുക്ക് അമല് ചെയ്ത് 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 അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു സാധനം ചെയ്ത് 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 പിന്നെ ഇതന്നെയാണ് ഇക്ക് വിജയത്തിനുള്ള മാർഗം എന്ന് വിചാരിക്കും നമ്മൾ. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു പൈസ ഇല്ലാത്ത സമയത്ത്, നമ്മൾ ആകെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, വീട്ടിൽ നമ്മളെ ഒരു മര്യാദക്ക് ഒരു അരി ഭക്ഷണം, കുട്ടികൾക്കൊന്നും ഭക്ഷണം കൊടുക്കാനൊന്നും നമ്മളെ കയ്യിൽ പൈസ ഇല്ലാതെ അത്രയും ഫക്കീറായി നിൽക്കുന്ന സമയത്ത് നമ്മളൊരു നാട്ടിലെ ഒരു ഹാജിയാര് നമ്മളെ കൊണ്ടുപോയിട്ട്, മോനെ ഇവിടെ വായോ, ചിന്റെ കമ്പനിയിൽ നിന്നു, ഇവിടെ ജോലി ചെയ്തോ, സാലറി തരാം, എന്റെ വീട്ടിൽ പട്ടിണിയൊക്കെ മാറിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 1 കൊല്ലം നിന്ന്, 2 കൊല്ലം നിന്ന്, 3 കൊല്ലം നിന്ന്, നമ്മൾ ഓരോ മാസത്തിലും നമുക്ക് സാലറി അക്കൗണ്ടിൽ ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 കൊല്ലം ആവുമ്പോ പിന്നെ നമുക്ക് തോന്നാണ്, ഈ ജോലി മാഷാ അല്ലാഹ്, ഈ ജോലി എന്നെ വിജയിപ്പിക്കും. ജോലിയിൽ ലയിച്ച് 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 ഈ ജോലി തന്ന ഹാജിയാരെ നമ്മൾ മറക്കുന്നു. പിന്നെ നമ്മളെ രക്ഷപ്പെടുത്തുന്നത്, എന്നെ രക്ഷിക്കുന്നത്, എന്റെ മക്കൾക്ക് തിന്നാൻ തരുന്നത്, എന്റെ കുടുംബത്തിൽ ചെലവ് കഴിയുന്നത് ഹാജിയാരെ കൊണ്ടാണ് എന്നുള്ള ചിന്ത മാറിക്കൊണ്ട് ആ ഏരിയയിൽ എന്ത് മൈൻഡ് വരുന്നു, എന്റെ വീട്ടിൽ അടുപ്പ് പുകയുന്നത് ഞാൻ ചെയ്യുന്ന ജോലി കൊണ്ടാണ്, ഞാൻ ചെയ്യുന്ന ജോലിയാണ് എന്നെ വിജയിപ്പിക്കുന്നത്. എന്റെ കുടുംബം പട്ടിണി കിടക്കാതെ എന്നും നിരന്തരമായി ഭക്ഷണം കഴിക്കാനുള്ള കാരണം ഞാൻ ചെയ്യുന്ന ജോലിയാണ്, ജോലിയാണ്, ജോലിയാണ്. ഇങ്ങനത്തെ മൈൻഡിലേക്ക് എത്താണ് ഇവിടെ സംഭവിക്കുന്ന ഒരു അപകടം. എന്താ അറിയോ? യാഥാർത്ഥത്തിൽ ഇവന്റെ ജോലിയല്ല, ഇവന്റെ കുടുംബം പട്ടിണി കിടക്കാതെ മക്കളെന്നും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നും നിരന്തരം ഹാജിക്കയാണ്. ശിവന് അത് മറന്ന് ഇതാണ് എന്നെ വിജയിപ്പിക്കുന്നത് എന്നുള്ളൊരു തോന്നലിലേക്ക് ഇവൻ എത്തും. അത് ഒരു സാധനം അങ്ങനെ പതിവായി അങ്ങനെ ഉണ്ടാവും. ഇതേപോലത്തെ ഒരു സംഭവമാണ്. ശരിക്ക് നമ്മളെ വിജയിപ്പിക്കുന്ന ആൾ അള്ളാഹു ആണ്. നമ്മൾ എത്ര അമല് ചെയ്താലും അതിനൊന്നും സവാബ് തരൽ അള്ളാഹുവിന് നിർബന്ധമില്ല. ഒരിക്കലും അള്ളാഹു ഒരു അടിമ അമല് ചെയ്തു എന്നതിന്റെ പേരിൽ അതിന്റെ നെളിയറായിട്ട് ഒരു പ്രതിഫലം അവൻക്ക് കൊടുക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ മേലിൽ അത് വാജിബാണ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അമല് ചെയ്ത അള്ളാഹ് സാധാരണഗതിയിൽ അള്ളാഹ് ഫലം തരും, പക്ഷെ ഫലം തരൽ നിർബന്ധമാണ്.
അജർ തരൽ നിർബന്ധമാണെന്ന് പറയാൻ പറ്റൂല. പക്ഷെ നമ്മളിങ്ങനെ നിസ്കരിച്ച് നോക്കുമ്പോട്ട് നമ്മളിങ്ങനെ ഹജ്ജ് ചെയ്ത് നമുക്ക് എന്നും ഇങ്ങനെ ഓരോ അമൽ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ തോന്നുകയാണ് നമ്മളിത് ചെയ്ത് ഈ അമലാണ് എന്നെ രക്ഷപ്പെടുത്തുക. അതാണ് പറയുന്നത് മിൻ അലാമാത്തിൽ ഇഅ്തിമാദി അലൽ അമൽ. അമലിന്റെ മേലിൽ ഓന് അവലംബിച്ചിട്ടുണ്ട്. അമലാണ് അവൻക്കെല്ലാം, അവൻക്ക് വിജയം നൽകുന്നത്, അവനെ രക്ഷപ്പെടുത്തുന്നത്, അവൻക്ക് ഉഖ്റവിയായ വിജയം നൽകുന്നത് അമലാണ് എന്നുള്ള ആ അമലിന്റെ പേരിൽ അവൻ അവലംബിച്ചു എന്നതിന്റെ അടയാളമാണ് എന്തെങ്കിലൊക്കെ ചെറിയൊരു തെറ്റ് സംഭവിക്കുമ്പോൾ, ഒരു ഹറാമ് ജീവിതത്തിൽ ഒരു ദിവസം സംഭവിക്കുന്നു, അപ്പൊ ടെൻഷനാവാണ്. ടെൻഷൻ വേണം, ടെൻഷൻ വേണ്ടെന്നല്ല പറഞ്ഞേ. പക്ഷെ ഈ ടെൻഷൻ വന്നതിന്റെ പേരിൽ ഒരു ദിവസം നിസ്കാരങ്ങൾ കളായി, ഒരു ദിവസം നോമ്പണ്ട് പോയപ്പോ അവർക്ക് പിന്നെ ടെൻഷൻ, അല്ലോ ഞാൻ രക്ഷപ്പെടൂ. ഇത് ഒഴിവാക്കിയാൽ ഈ ടെൻഷൻ വേണ്ട എന്നല്ല പറഞ്ഞത്. ഇതിന്റെ മേലിൽ അങ്ങനെ അങ്ങോട്ട് സൈക്കിൾ എടുത്ത് കൂടിയിരിക്കണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അമല് ചെയ്താലും ചെയ്തില്ലെങ്കിലും, നമ്മൾ നിസ്കരിച്ചാലും നിസ്കരിച്ചില്ലെങ്കിലും, നോമ്പ് നോറ്റാലും നോമ്പ് നോറ്റില്ലെങ്കിലും, നമ്മളെ രക്ഷപ്പെടുത്താൻ അധികാരമുള്ള ഒരൊറ്റ ദാത്ത്, അത് അല്ലാഹു മാത്രമാണ്. നമ്മൾ അമല് ചെയ്താൽ ആ അമല് ചെയ്തതിന്റെ പേരിൽ സ്വർഗം തരൽ അല്ലാഹുവിന് നിർബന്ധമില്ല. നമ്മൾ ഒരു അമല് ചെയ്യാതിരുന്നാൽ, ഒരു അമല് നഷ്ടപ്പെടുത്തിയാൽ, ഒരു അമലിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ, ആ വീഴ്ച വന്നത് കൊണ്ട് ഈ അടിമയെ നരകത്തിലിടൽ നിർബന്ധമാണ് എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിന്റെ പിന്നിലും അധികാരമുള്ളത് അല്ലാഹ്. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഒരമലും നമ്മളെ വിജയിപ്പിക്കൂല, നമ്മൾ ചെയ്യുന്ന ഒന്നും നമ്മളെ രക്ഷപ്പെടുത്തൂല. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോ, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ വിശദീകരിച്ച് അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ ഒരാളും വിജയിക്കില്ല എന്ന് സ്വഹാബത്തിന് ഇങ്ങനെ കട്ടിയിൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുന്നു, അൻത യാ റസൂലല്ലാഹ്, ഈ ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരനാണല്ലോ അങ്ങ്. ഇത് മുഴുവനും ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരനാണല്ലോ അങ്ങ്. അങ്ങയും അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ രക്ഷപ്പെടില്ല നബിയേ. ഇത് ചോദിക്കുമ്പോ മുത്തുനബി പറഞ്ഞത്, എന്നെയും അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞിട്ടല്ലാതെ ഞാനും രക്ഷപ്പെടില്ല സഹാബത്തെ എന്ന് തിരിച്ച് ഹബീബ് മറുപടി കൊടുത്തെങ്കിൽ ഏത് അമലാ നമുക്ക് പ്രതീക്ഷ? അമലുകളെ പ്രതീക്ഷിച്ച് നമ്മൾ സ്വപ്നം കണ്ട് നടക്കണ്ട. നമ്മളുടെ നോമ്പ്, നമ്മളുടെ നിസ്കാരം, നമ്മളെ സക്കാത്ത്, നമ്മളെ ഹജ്ജ്, നമ്മളെ റവാത്തിബ് നിസ്കാരങ്ങൾ, നമ്മളെ വിർദുകൾ നമ്മൾ ചെയ്യുന്നത് മുഴുവനും അതെനിക്ക് രക്ഷയാണ്, അതെനിക്കൊരു വിജയമാണെന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുക എന്നുള്ളതിന് പുറമെ അത് തന്നെ എന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിശ്വസിക്കാൻ നിൽക്കണ്ട. യാഥാർത്ഥത്തിൽ നമ്മെ രക്ഷപ്പെടുത്താൻ, നമുക്ക് വിജയം തരാൻ കഴിവുള്ള ഒരൊറ്റ ദാത്ത് മാത്രമേ ഉള്ളൂ. അല്ലാഹ് 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 അല്ലാഹ്. ആ ഒരു ശക്തിക്കല്ലാതെ നമുക്കൊന്നും തരാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരമലിന്റെ മേലും ഈത്തിമാദ് ചെയ്യണ്ട. നമ്മുടെ അവലംബം, നമ്മൾ എല്ലാ നിലക്കും അവലംബിക്കേണ്ടത് അല്ലാഹ് 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 അല്ലാഹ്.
നമുക്ക് ആകെയുള്ള മൽജ, നമുക്ക് ആകെയുള്ള അവലംബം, നമുക്ക് ആകെയുള്ള പ്രതീക്ഷ, എല്ലാ വിഷയത്തിലും നമുക്ക് ആകെയുള്ള ഒരു അവലംബം അത് അല്ലാഹു മാത്രമാകണേ. അല്ലാഹു അല്ലാത്ത മറ്റൊന്നിന്റെ മേലിലും നമ്മൾ അവലംബിക്കാൻ നിൽക്കണ്ട. ഒരാളെയും നമ്മൾ അമ്പണ്ട, ഒരാളെയും നമ്മൾ പ്രതീക്ഷിക്കണ്ട, ഒന്നും നമ്മൾ അവലംബിക്കേണ്ടതില്ല. നമ്മൾ അവലംബിക്കേണ്ടത് ആ ഒരൊറ്റ ശക്തി മാത്രം, അത് അല്ലാഹ് 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 അല്ലാഹ്. ആ ഒരു പാഠമാണ് ഹിക്മത്ത്. ഒന്നാമത്തെ ഹിക്മത്തിലൂടെ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി നമ്മളെ പഠിപ്പിക്കുന്നത്. മോനെ, നീ വല്ലാണ്ട് അമലിന്റെ മേലിൽ അവലംബിച്ചു എന്നതിന്റെ അടയാളമാണ്. എന്തെങ്കിലൊക്കെ പിഴവ് വരുമ്പോ, നിന്റെ അമലുകളിൽ എന്തെങ്കിലൊക്കെ വീഴ്ചകൾ വരുമ്പോ, നിന്റെ പ്രതീക്ഷ അറ്റുപോകുന്നത്, റജാ നഷ്ടപ്പെട്ടു പോകുന്നത്, ഞാൻ വിജയിക്കൂല, എന്റെ നിസ്കാരം കളായി പോയില്ലേ, ഞാൻ ഇനി വിജയിക്കൂല, എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മോശത്തരം വന്നു പോയില്ലേ, ഞാൻ ഇനി വിജയിക്കൂല, എനിക്ക് ഇനി സ്വർഗം കിട്ടൂല, ഞാൻ രക്ഷപ്പെടൂല എന്ന് നിനക്ക് തോന്നാനുള്ള കാരണം, നീ വിചാരിച്ചു പോയി നിന്നെ രക്ഷപ്പെടുത്തുന്നത് അല്ലാഹു അല്ല, നിന്നെ രക്ഷപ്പെടുത്തുന്നത് നിന്റെ നിസ്കാരമാണ്. നീ വിചാരിച്ചു പോയി നീ കള്ള് കുടിക്കാതിരിക്കലാണ്, നീ പെണ്ണ് പിടിക്കാതിരിക്കലാണ് നീ വിജയിക്കാനുള്ള മാനദണ്ഡം, അതല്ലാതെ അല്ലാഹു അല്ല. മോനത് തെറ്റിദ്ധാരണയാണ്. നീ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും, നിന്റെ കയ്യിൽ എന്ത് വീഴ്ച വന്നാലും വീഴ്ച വന്നില്ലെങ്കിലും, നിന്നെ വിജയിപ്പിക്കാൻ, നിന്നെ രക്ഷപ്പെടുത്താൻ ഒരൊറ്റ ശക്തിക്ക് മാത്രമേ കഴിയൂ. അങ്ങനെയാകണം നിന്റെ ഹൃദയം മുന്നോട്ട് പോകേണ്ടത്. ഇതാണ് ഹിക്മത്തിലൂടെ, ഒന്നാമത്തെ ഹിക്മത്തിലൂടെ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി പറഞ്ഞത്. പിന്നെ എങ്ങനെയത് ഖുർആനാണെന്ന് തോന്നാതിരിക്കുക, അത്ര വലിയ വാക്കല്ലേ പറഞ്ഞത്. അപ്പൊ നമ്മൾ അമല് ചെയ്യണം. അമല് ചെയ്യണ്ട എന്നുള്ളതോ, നമ്മുടെ ജീവിതത്തിൽ വീഴ്ച വരാതെ മുന്നോട്ട് പോണ്ട എന്നതോ അല്ല ഇവിടെ പറഞ്ഞത്. നിസ്കരിക്കണ്ടെന്നോ, നോമ്പ് വെക്കണ്ടെന്നോ, കള്ളു കുടിച്ചോ, പെണ്ണ് പിടിച്ചോ എന്നല്ല പറഞ്ഞത്. മറിച്ച് എന്റെ നിസ്കാരം, എന്റെ ഹജ്ജ്, എന്റെ സക്കാത്ത് അതെന്നെ വിജയിപ്പിച്ച് കളയും എന്ന് നീ മനസ്സിലാക്കണ്ട. എന്ത് നീ ചെയ്താലും വിജയിപ്പിക്കേണ്ടവൻ, നിനക്ക് വിജയം നൽകുന്നവൻ ആര് മാത്രാണ്? അല്ലാഹ്. അവൻ വിചാരിക്കാതെ ഒരു രക്ഷയില്ല. എത്ര നിസ്കാരത്തിന്റെ അട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നോക്ക്, ഈ കാണുന്ന അട്ടി മുഴുവൻ എന്റെ നിസ്കാരാണ്, മര്യാദ എന്നെ സ്വർഗത്തിൽ കടത്തിക്കോ, ഓടാമിക്കെന്ന് പറയും. രക്ഷയില്ല. നമ്മൾ എന്ത് ചെയ്യാതിരുന്നിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എല്ലാത്തിനും കഴിവുള്ളവനും നമുക്കെല്ലാം തരുന്നവനും ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. നമ്പർ 1 ഹിക്മത്താണ്. നമ്പർ 1 ആണ്, നമ്പർ 1 ആണ്. അടിച്ചാൽ ഹിക്മത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അമലിന്റെ മേലെ അവലംബിക്കാതെ എല്ലാ അമലും ചെയ്ത്, എന്ത് അമല് ചെയ്യുമ്പോഴും അവലംബം അള്ളാഹുവിന്റെ മേലിലാക്കി, അള്ളാഹുവാണ് എന്നെ കൈച്ചിലാക്കുക എന്ന പ്രതീക്ഷയോടുകൂടെ എല്ലാ അമലും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, തൗഫീഖ് ചെയ്യണേ അല്ലാഹ്.